എവിടെ റെഡിയായോ? 10 മണിക്കല്ലേ ഫംഗ്ഷൻ? ഓൾമോസ്റ്റ് റെഡിയായി. പരിപാടി തുടങ്ങിയിട്ടൊക്കെ ഒരുപാട് ടൈമായി. ലേറ്റ് ആയെന്ന് പറഞ്ഞ് അവന്മാര് വിളിയോട് വിളി. ഓ എന്നാ ശരി, വൈകിട്ട് വിളിക്ക. ഹലോ, ഇതാ വരുന്നടാ, ഒരു 5 മിനിറ്റ്. മുമ്പത്തെ പോലെയല്ല, ഒരുപാട് കുട്ടികളുള്ള സ്കൂളാ. വൈകിട്ട് വിട്ടാ എവിടെ പോകരുത് കേട്ടോ. ഞാൻ വന്നിട്ട് പോകാവൂ. വാ, ഇവിടെ വന്നിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ മിക്കവാറും എല്ലാരും ഈ ക്ലാസ്സിൽ തന്നെയാ. തന്നെ ഇപ്പഴാ സമാധാനായത്. സജന, ഏതടി ആ പെണ്ണ്? കണ്ടാത്തനൊരു ജാട ലുക്ക്. അതോ, അത് ശിത. നമ്മളിപ്പോഴല്ലേ വന്നത്. അവളും അവളുടെ ഗ്യാങ്ങും 5ാം ക്ലാസ് മുതൽ ഇവിടെ തന്നെ ഉണ്ട്. അതിന്റെ ജാടയാ. ഇനി റാഗ് ചെയ്യാനുള്ള വരവാണോ? അതൊക്കെ കോളേജേ ഉണ്ടാവും. ഈ ചുമ്മാതിരുന്നേ. സജന, എനിക്കല്ല നിനക്കാ മാറ്റം. വെളുത്ത് തടിച്ച് സുന്ദരിയായിട്ടുണ്ട്. പിന്നെ ഇല്ലാണ്ടിരിക്കോ? പ്രസവം കഴിഞ്ഞ് വെട്ടി വെളിങ്ങിരിക്കുന്നിടത്തുനിന്നാ ഓടിച്ചാടി വന്നിരിക്കുന്നത്. നീ വന്നേ, ഇനി നീ കൂടെ ഉള്ളൂ. എവിടെ? ഹാളിലാ? ഒന്ന് പോടി. നമ്മൾ ഇത്രക്ക് അവരിപ്പോ ഓഡിറ്റോറിയം തുറന്നിരും. നമ്മുടെ പഴയ 10th ക്ലാസ് റൂമില്ലേ, അതാ. ഒരു മാറ്റമില്ല. അങ്ങോട്ട് നടക്കടി. ഓയ് മക്കളെ, ദേ നമ്മുടെ ചീവിടെത്തിയിട്ടുണ്ട്. അവനെ കണ്ടില്ലല്ലോ. അവൻ വരാതെ മെയിൻ കോർഡിനേറ്റർ അവനും കൂടിയല്ലേ. പുറത്തെവിടെ പോയതാ, ഇപ്പൊ വരും. നിങ്ങളുടെ നാട്ടിലല്ലേ, ഇടക്കിടക്ക് തമ്മിൽ കാണാലോ. നല്ല കാര്യായി. അവനെയാ നമ്മുടെ കൂട്ടത്തിൽ തീരെ കാണാത്തത്. ഒരു നാട്ടുകാരാണെന്ന് പറയുന്നൊക്കെ വെറുതെയാ. ദൈവേ, ആ പരാതി ഉണ്ടേൽ നേരെ അവന്റെ വീട്ടിലോട്ട് കയറിച്ചല്ലേ. നിന്റെ വീടിന്റെ തൊട്ടപ്പുറം 4-5 വീട് കഴിഞ്ഞാൽ ആശാന്റെ വീടെത്തുമല്ലോ. മിക്കവാറും ഒരു സഡൻ അറ്റാക്ക് നടത്തേണ്ടി വരും. അറ്റാക്കോ? നീ എന്താ ടെററിസ്റ്റ് ആണോ? അതോ ഇനി കെട്ടിയോന്റെ നാട്ടിൽ പോയി മാവായോ? അങ്ങനെയാണേ നീ മുങ്ങൽ വിദഗ്ധനായിട്ടുണ്ടാവുമല്ലോ. ഞാൻ എപ്പോ വീട്ടിൽ വന്നാലും നീ ഇല്ല. എവിടുന്നേലും കണ്ട ജസ്റ്റ് സ്മൈൽ. എന്നോട് വന്ന് മിണ്ടിയ നിന്റെ വായിലെ പല്ല് പൊഴിഞ്ഞു പോ. ഒരു മാറ്റവും ഇല്ല. കറക്റ്റ്. എക്സ്ക്യൂസ് മീ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് അടിയുണ്ടാക്കാനല്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കേ. അല്ല ബിച്ചു, അംഗനവാടി മുതൽ +2 വരെ ഒരുമിച്ച് പഠിച്ചവരാ ഞാനും ഇവനും. നിങ്ങളെ 3 പേരും ഹയർ സെക്കൻഡറി വേറെ എന്നല്ലോ. വേറെ ക്ലാസ്സിലായിരുന്നെങ്കിലും ഇവൻ അവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയുള്ള ഇവനാ ഇപ്പൊ എന്നെ കണ്ട ചന്തയെ കണ്ട പരിചയം കൂടെ കാണിക്കാതെ നടക്കുന്നത്. പിന്നെ എന്തേ മനസ്സമ്മതം ഈ എന്നെ അറിയിച്ചില്ല? അന്നേരം എന്താ എന്നെ മാത്രം മറന്നുപോയത്? അയ്യടാ, കേട്ടി നിന്നെ അല്ലടാ പട്ടി ഞാൻ ആദ്യം വിളിച്ചത്. എന്നിട്ട് നീ വന്നോ? മനസ്സമ്മതം കൂടാത്ത കല്യാണത്തിന് ഞാൻ പങ്കെടുക്കാറില്ല. ആഹാ, എന്ത് നല്ല അടിപൊളി എക്സ്ക്യൂസ്. ദേ പിള്ളാരെ, ഇങ്ങനെയാണേ ഈ കളിക്ക് ഞാനില്ല. ഇത് എത്ര നേരായി?
അത് തന്നെ, 100 കൂട്ടം കാര്യങ്ങൾ മാറ്റി വെച്ച് ഇവിടെ വന്നത് നിങ്ങളുടെ ഫൈറ്റ് കാണാനാണോ? അതാ നല്ലത്. എല്ലാം കഴിഞ്ഞിട്ട് സൗകര്യം പോലെ ആടിക്കൂടാട്ടോ. സോ ഗായ്സ്, ഗെയിം ഇതാണ്. ഈ ബോക്സിലെ ഏതെങ്കിലും ലോട്ട് കണ്ണടിച്ചെടുക്കണം. എന്നിട്ട് അതിലുള്ള ടാസ്ക് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ തന്നെ ആദ്യം എടുക്കാം. ക്ലാസ്സിലെ ഏറ്റവും സുന്ദരി എന്ന് തോന്നിയ ആൾക്ക് ഫ്ലവർ കൊടുക്കുക. ഷേ, ഇത്ര സിമ്പിൾ ടാസ്ക് ആണോ? ഫൺ ഫാക്ട് എന്താണോ, അന്നത്തെ പല സുന്ദരിമാരും 10-20 വർഷം കഴിഞ്ഞപ്പോ കുറച്ച് കള്ളായിട്ടുണ്ട്. എല്ലാവർക്കും വയസ്സായില്ലേ? എന്റെ സ്വപ്ന സുന്ദരി, ഇതാ എന്റെ സ്നേഹത്തിന്റെ പൂ. മതേടാ, അവിടെ ഹസ്ബൻഡ് മിലിറ്ററിയാ. ഒറ്റ കാഞ്ചുവലി നിന്റെ ജീവിതം തന്നെ മാറി മറിയും. നെക്സ്റ്റ് ഷിത. അല്ലേലും എനിക്കിട്ട് പണിയാൻ നീ പണ്ടേ ഉഷാറാണല്ലോ. സ്കൂൾ ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം, ഓഫ് കോഴ്സ് അവർ ഫ്രണ്ട്ഷിപ്പ്, എസ്പെഷ്യലി ആൻസി, മെൽവിൻ, കണ്ണ, ബിച്ചു. എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധം. ഒരിക്കൽ മറ്റെല്ലാവരും എന്നെ മാറ്റി നിർത്തിയപ്പോ എനിക്ക് കൂട്ടായി എന്റെ കൂടെ നിന്നത് ഇവർ 4 പേരുവാ. മറ്റാരെക്കാളും ഐ മിസ് ദം ബാഡ്ലി. മതി മതി കഥാപ്രസംഗം, ഇറങ്ങിപ്പോയേ. ഇനി ചേട്ടന് പറയാൻ പോകുന്ന 10th ഓർമ്മിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സംഭവം. ആദ്യം ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കൽ ഞങ്ങൾ 4 കൂടെ നമ്മുടെ ചീവീട്ടിനൊരു പണി കൊടുത്തു. സംഗതി ഹാഫ് സക്സസ് ഹാഫ് ഫ്ലോപ്പ് ആയിരുന്നു. എന്നാലും അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. നോ, ദാറ്റ്സ് എ സീക്രട്ട് ബിറ്റ്വീൻ us. പകൽക്കിനാവ് കഴിഞ്ഞെങ്കിൽ ആ ശബ്ദം എഴുന്നേറ്റ് പോവോ? Tell us about your first love. ഫസ്റ്റ് ലവ് ഇല്ലാന്ന് മാത്രം പറയണ്ട, ഉണ്ടാവും. പറയാടാ, വെയിറ്റ് ചെയ്യേ. കറക്റ്റ് പറയാണെങ്കിൽ ലവ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് ക്രഷ്. പെട്ടെന്നൊരിക്കെ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ എല്ലാ ടീനേജ് പ്രണയത്തെ പോലെയും ഒളിച്ചും ഇടം കണ്ണിട്ട് നോക്കിയും അവനറിയാതെ പുറകെ കൂടി. ആൾക്കത് മനസ്സിലാകാൻ വഴിയില്ല. അപ്പൊ നിന്റെ ഫസ്റ്റ് ലവ് വൺ സൈഡഡ് ആയിരുന്നോ? എടി ഭയങ്കരേ, എന്നോട് പോലും ഒരു വാക്ക് നീ പറഞ്ഞില്ലല്ലോ. ആരാണ് അജ്ഞാത കാമുകൻ? ഞങ്ങളും കൂടെ അറിഞ്ഞോട്ടടി, ചുമ്മാ പറയേ. അയ്യട മനമേ, അങ്ങനെ ഇപ്പൊ നീ അതറിയണ്ട. അതിവിടെ എന്റെ നെഞ്ചിനകത്ത് കളങ്കമില്ലാതെ കിടന്നോട്ടെ, എന്റെ അവസാനം വരെ. അല്ലെങ്കിലും അതറിഞ്ഞിട്ട് എനിക്ക് കപ്പ് കിട്ടാണെന്ന് പോലില്ലല്ലോ. തായിട്ട് പൂട്ടി നിന്റെ മനസ്സിലങ്ങ് വെച്ചോ നീ. ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയുക. വാട്ട് ഇസ് ദിസ് യാർ? നീയായിട്ട് കൊണ്ടിട്ട ക്വസ്റ്റ്യൻ തന്നെ. കളിക്കാതെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി താഴാ. തേങ്ങ. ഇതിനാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാന്ന് പറയുന്നത്. കഴിച്ചവര് പറഞ്ഞത് കേട്ടപ്പോ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടോന്ന് തോന്നിയില്ല. സോ കഴിച്ചില്ല. ഇങ്ങനെ കൂട്ടിക്കോ. വാട്ട്? എപ്പോ മുതല്? So, tell us about your first love. നല്ല കഥയായി. എന്നാ ഇതിപ്പോ തീരില്ല. അത് ഇവള് പറഞ്ഞത് ശരിയാ. സ്കൂൾ ലൈഫിൽ എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. പലതും ഇവളും പിന്നെ ഷിതയും കൂടി ചേർന്ന് സെറ്റാക്കിയതും. അങ്ങനെയുള്ള എന്റെ ഫസ്റ്റ് ലവ് എന്ന് കേട്ടാൽ ആർക്കായാലും ശരി വരും. ബട്ട് എന്റെ മനസ്സിൽ ഇന്നോളം ആഴത്തിൽ പതിഞ്ഞ ഒരൊറ്റയാളെ ഉണ്ടായിട്ടുള്ളൂ. അവളാണ് എന്റെ ട്രൂ ലവ്. എന്റെ ഫസ്റ്റ് ലവ് മേ ബി അവളല്ലായിരിക്കാം, ബട്ട് മൈ ട്രൂ ലവ് ഇറ്റ്സ് ഹെർ.
നോ. എന്നാലും ഒരു വാക്ക്. ഇവൻ എന്തൊക്കെയായി പറയുന്നേ? Is she married right now? Yeah, married to a perfect, amazing man and living the best life. That's it. 5 questions I. No. One more questions ഉണ്ട്. മേറ്റിന്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും അന്ന് സാധിക്കാതെ പോയ ഒന്ന് നേടാനോ അവസരം കിട്ടിയ എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ ഉള്ളിൽ തോന്നിയ ആ ഇഷ്ടം, എൻ്റെ പ്രണയം ഞാൻ അവളെ ബോധ്യപ്പെടുത്തും. ഇപ്പോഴത്തെ അവളുടെ പെർഫെക്റ്റ് ലൈഫ് അവൾക്കൊപ്പം ഞാൻ എൻ്റേതാക്കും. വാവ്, സോ കൂൾ. നീയാള് കൊള്ളല്ലോടാ റോമിയോ. ചുമ്മാതെ ഓരോരുത്തരുടെ പുറകെ നടന്ന് ഞങ്ങളെയും കൂട്ടുപിടിച്ച് വളച്ചു നടന്ന സമയം ഇപ്പൊ പറഞ്ഞ ആ കുട്ടിയെ വളച്ചിരുന്നെങ്കിൽ ഇവിടെ നിരാശകാപകം കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അത് തന്നെ മാണ്ടൻ. ആൻസി, എന്താടാ ആ പ്രാങ്ക്? ഒന്ന് പറയടാ, ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ? അതോ പറയാല്ലേ? എന്നാ കേട്ടോ. കുതിര കളിച്ച് നടക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്കി മേബി. അമ്മ കാണുമ്പോ നിന്റെ പഠിപ്പിനെ കുറിച്ചാ ചോദിക്കുന്നത്. ഇനി ഞാൻ സത്യം പറയൂ. ഒരു വട്ടം നീ സത്യം പറഞ്ഞുകൊണ്ട് ഇവന്റെ തോളം പറഞ്ഞതാ. ഇനി ആ സാഹസത്തിന് മുതിരണ്ട. എന്നാ മര്യാദക്ക് ക്ലാസ്സിൽ കയറിക്കോ. ക്ലാസ് ഒഴിവാക്കിയിട്ടുള്ള ഗ്രൗണ്ടിൽ പോക്കൊന്നും വേണ്ട. ഇപ്രാവശ്യം മാർക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, സത്യമായിട്ടും പറഞ്ഞു കൊടുക്കും. ഒരു പഠിത്ത പ്രാന്തി. ചെറിയ കൊട്ട് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. എന്ത് കൊട്ട്? എങ്ങനെ കൊടുക്കാൻ? പറയാം. ശീത കൂടെ കൂട്ടുനിന്നാലേ കാട് നടക്കൂ. ആൻസി ശുദ്ധ മണ്ടിയാ. ശീത അവളുടെ കൂടെയായാൽ നമ്മുടെ പ്ലാൻ ആരംഭത്തിലേ പൊളിയും. വരുന്നുണ്ട്. എന്താ, എന്നെ ആദ്യമായിട്ട് കാണുകയാണോ? ഇന്ന് നേരത്തെ ആണല്ലോ. എന്താ കാര്യം? ഇവനെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വരുത്തിയതാ. എന്നിട്ട് പറഞ്ഞോ എന്താ കാര്യം? ഡാ പറഞ്ഞോട്, വാ നമുക്ക് പോവാം. ഹേയ് ബിച്ചു, ഇതിപ്പോ എന്താ കഥ? ആ പറഞ്ഞോ. ഞാനും കൂടെ അല്ലേ അറിയാനുള്ളൂ. പുതിയതായിട്ട് ആരെങ്കിലും വളക്കാനായിരിക്കും അല്ലേ? അതെ, അതന്നെ തോന്നി. അല്ലാതെ നല്ലതൊന്നും നിന്റെ മണ്ടക്കകത്ത് വരില്ലല്ലോ. പറ, ആരാ കക്ഷി? ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബ്രോക്കർ പശു വാങ്ങൂട്ടോ. ആൻസി, ഇത്തവണ എനിക്ക് നിന്നെയാ ഇഷ്ടം. എടാ മോനെ, അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മട്ടൽ കൊണ്ട് അടിക്കോ? എല്ലാം ഓക്കെ അല്ലേ? ഞാൻ സത്യത്തിലാ പറഞ്ഞത്. ഇത്തവണ നിന്നെയാ എനിക്കിഷ്ടം. അത് ശരി, ഇത്തവണ ഞാനാണല്ലേ? കഴിഞ്ഞ തവണ മൂസിനായിരുന്നു. അടുത്ത തവണക്കുള്ള ആളെ കൂടെ ഇപ്പൊ തന്നെ കണ്ടെത്തിയോ? എടി പുല്യ, ട്രൂലി ഐ ലവ് യു. എല്ലാരും നോക്കുന്നു. നീ എന്നെ വിട്ടേ, ചുമ്മാ കളിക്കല്ലേ.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് അവളുടെ അടുത്ത് ഏൽക്കില്ലാന്ന്. ആഴ്ച 1 കഴിഞ്ഞു, ഇനി മതിയാക്കാടാ. ശരിയാ, നിന്റെ സ്വഭാവം അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാനില്ല. എടി ഇത് വെച്ചാണോ? ഞാനും ഇല്ല. നമ്മളൊക്കെ കൂടി അവളെ കളിപ്പിച്ചാന്ന് അറിയുമ്പം അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എന്റെ പേര്. ആരും പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ആൻസി ഒന്ന് വന്നേ. മേബി നോൺസെൻസ് പറയാനാണെങ്കിൽ ഞാൻ വരില്ല. ഇതൊന്നുമല്ല, നീ വന്നേ. ആ പറ, എന്താ? ഞങ്ങൾ ചുമ്മാ നിന്നെ കളിപ്പിച്ചതാ, നിന്റെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെന്ന് പറയുമ്പോ ആരൊക്കെ? ഓ എന്നിട്ട് പറ, എത്ര ദിവസം നിന്റെ പഠിത്തം മുടങ്ങി? ഞാനെന്തിനാ എന്റെ പഠിപ്പ് കൊടുക്കണം? ഇൻഫാക്ട് പഴയതിനും കൂടുതൽ ഞാനിരുന്ന് പഠിച്ചു. നീ പറഞ്ഞത് ഓർക്കുമ്പോ എനിക്ക് ചിരി വരും. നിന്റെ എല്ലാ കളികളും അറിയുന്ന എന്നോട് വന്നിട്ട് പറഞ്ഞ ഞാൻ പിന്നെന്ത് വേണം? ആൻസി, ചിത, വേണ്ട. ഇവരെ പോലെയല്ല. നീയെങ്കിലും എന്നോട് സത്യം പറയാനായിരുന്നു. എനിക്ക് സങ്കടമായി. വേണ്ടായിരുന്നു അവന്റെ കോപ്പിലെ പ്രാങ്ക്. പിന്നീട് ഇവളെ മെരുക്കാൻ പെട്ട പാട്. നിങ്ങൾക്കറിയോന്നറിയില്ല, ബട്ട് ഹോൾ ക്ലാസ് അന്ന് വിചാരിച്ചിരുന്നത് ഇവര് സെറ്റാണെന്നാ, ലൈക്ക് എ കപ്പിൾ. ഹലോ, ഞാനിപ്പോ വരാം മോളാ. ഹലോ കച്ചാപ്പി, അമ്മ വൈകിട്ടെത്താടാ. മോൾക്ക് കിൻഡർ ജോയ് വേണ്ടേ? വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് വരാട്ടോ. മെൽബി, നീ ഇതും തുടങ്ങിയോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അറിയില്ലേ? ഓ പിന്നെ, 2 പഫ് എടുത്തിട്ട് തട്ടിപ്പോവാണെങ്കിൽ അങ്ങ് പോട്ട് പുല്ല്. ഡാ, അമ്മച്ചി വിളിച്ച് പറയണോ? 35 കഴിഞ്ഞില്ലേടാ, മൂക്കില് പല്ല് മുളക്കാറായി. ഇനിയെങ്കിലും ഒന്ന് കേട്ടടാ, പാവം ആ അമ്മച്ചിയിട്ട് കഷ്ടപ്പെടുത്താതെ. എന്താ? ഞാനൊരു കാര്യം പറഞ്ഞാ നീ വിശ്വസിക്കോ? നീ പറ, കേൾക്കട്ടെ. ഞാനിന്ന് പറഞ്ഞത് അത്രയും കള്ളമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല, നീ ആ പറഞ്ഞതെല്ലാം മനസ്സിൽ തട്ടിയാണെന്ന് എനിക്കറിയാം. നാളെ ഇത്രയായിട്ടും നീ അവളെ മറന്നിട്ടില്ലെന്ന് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ അത്ഭുത. എനിക്കും നിനക്കും വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് അവളെന്ന് പറഞ്ഞോ? അതാരാ? എനിക്കും നിനക്കും വളരെ അടുത്തറിയാവുന്ന ഒരാള്. ഞാനിപ്പോ നിന്നോടിത് പറയുന്നത് ഒന്നിനു വേണ്ടിയിട്ടല്ല, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. ഇപ്പോഴെങ്കിലും നീ ഇതറിയണമെന്ന് തോന്നി. നീ ചുമ്മാ പറഞ്ഞേ, മനുഷ്യന് ടെൻഷൻ ആക്കാതെ. ഞങ്ങൾ നിന്നെ പ്രാങ്ക് ചെയ്തത് നിനക്ക് ഓർമ്മയില്ലേ? ഞാനിന്ന് പറഞ്ഞതെല്ലാം സത്യമാ. മെൽബി, ഒരിക്കൽ പറഞ്ഞ് ചീറ്റി പോയതല്ലേടാ, ആ പ്രായമല്ല ഇന്ന്. ആൻസി,
ഞാൻ ഇന്നിവിടെ വെച്ച് പറഞ്ഞതെല്ലാം നിന്നെ കുറിച്ചാ. നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നീ മറ്റൊരുത്തന്റെ സ്വന്തമാവുന്നത് കാണാൻ വയ്യാത്തോണ്ടാ ഞാനൊന്ന് കെട്ടിന് വരാതിരുന്നത്. മനസ്സമ്മതം പറയാൻ നീ എന്നെ വിളിച്ചപ്പോഴൊക്കെ ഫോൺ ഓഫ് ചെയ്തതും അന്നെന്നും എന്റെ നെഞ്ചിനകത്ത് നീ മാത്രമാ. ആ നീ ഇത് ഏത് ഡ്രീംലാൻഡിലാ? പറ, നീ എന്താ പറയാൻ വന്നത്? ഹേയ് നത്തിങ്. എനിക്ക് സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്ത് മതിയായിട്ടില്ലടാ. മടുക്കട്ടെ, എന്നിട്ട് നോക്കാം. നീ എന്താന്ന് വെച്ചാ കാണിക്ക്. നീ ഇവിടെ നിൽക്കണോ? വാ. മെൽബി, സത്യം പറയടാ, അന്നത്തെ പ്രാങ്ക് അടക്കം നീ ഇന്നിവിടെ പറഞ്ഞത് ഉൾപ്പെടെ ആൻസി ഉള്ളിൽ വെച്ചോണ്ടല്ലേ? പറയായിരുന്നില്ലേടാ? കണ്ണോ, നീ കേട്ടില്ലേടാ? ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് എനിക്കുള്ളതല്ല. പിന്നൊരു കാര്യം, അവളെന്നല്ല, നമ്മളല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയാൻ വേണ്ട. ഷിത പോലും. അമ്മച്ചി, അമ്മച്ചി, മോളിലേക്ക് കയറിക്കോ. മഹാറാണി കുളിക്കാൻ കയറിയിട്ടുണ്ട്. നീരാട്ടില്ല. എന്തോരം ബുക്സാ. ഇതൊക്കെ കൂടെ വായിക്കാൻ ഇവർക്ക് എവിടുന്ന സമയം? ഇതെന്താ? മെൽബിന്റെ ഫോട്ടോ. മൈൻ ഫോർ എവർ ഇൻ മൈ ഹാർട്ട്. മണ്ടത്തരാ മുഴുവൻ. അവൻ എന്നോടൊന്നല്ല, ആരോടും ഇതുവരെ ട്രൂ ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു നിമിഷം അവൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നെങ്കിൽ ഞാൻ മോഹിച്ചു പോയി. പോട്ടെ, സാരല്ല. ഇതൊന്നും ഒരിക്കലും ആരും അറിയില്ല. അതുകൊണ്ടാ ഒരു നിമിഷമെങ്കിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞത്. ഭാവിയിൽ ഇനി എന്ത് തന്നെ നടന്നാലും മെൽബി എന്നും എനിക്ക് മധുരമുള്ളൊരു ഓർമ്മയായിരിക്കും.